വീര്യം കൂടി മരുന്ന് കഴിച്ചതിനെ തുടർന്ന് പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന് കൈകാലുകൾ നഷ്ടമായി. ദുബായിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി നിതിൻ ഷായ്ക്കാണ് ഈ ദുരവസ്ഥയുണ്ടായത്. ഇത് കൊല്ലം പാരിപ്പള്ളി സ്വദേശി നിതിൻ ഷാ. 23 വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരൻ 6 മാസം മുൻപ് അച്ഛന്റെ കൂടെ പ്ലംബർ ജോലിക്കായി ദുബായിൽ വന്നതാണ്. നിതിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. പനി വന്നപ്പോൾ ആശുപത്രിയിൽ നിന്ന് നൽകിയ വീര്യം കൂടിയ മരുന്നാണ് മകനെ ഈ നിലയിലാക്കിയതെന്ന് അച്ഛൻ പറയുന്നു. പനി വന്ന് ഇതുകണക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാവിലെ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടാണ്, 2 കൈ ഇഞ്ചക്ഷൻ ചെയ്യണം, അതിന് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. സൈൻ ചെയ്തപ്പോഴത്തേക്ക് അവർ വൈകുന്നേരം ആപ്പം പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടാണ്, എൻ്റെ കിഡ്നിയൊക്കെ ഫെയിലായിപ്പോയി, വെന്റിലേറ്റർ കയറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്റർ കയറ്റി 19 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ നേരെ ബാറ്റി വന്ന് ഞങ്ങൾ കയറി കാണുമ്പോഴാണ് കൈയും കാലും എല്ലാം അങ്ങ് കറുകറായി കുരുടിച്ച് ഇങ്ങനെ പൊട്ടി വെള്ളവും പഴുപ്പും വെളിയിലോട്ട് വരുന്നത്. അങ്ങനെ അവർ മുറിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ കമ്പനി എടുത്ത് ബന്ധപ്പെട്ട് അങ്ങനെ കമ്പനി പറഞ്ഞ നാട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഓർഡർ മേടിച്ച് അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് അഡ്മിറ്റായി. അവിടെ 7 ദിവസം കിടന്ന്. 7ൻ്റെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് കൈയും കാലും മുറിച്ചില്ലെങ്കിൽ ഇത് ഇൻസ്പെക്ഷൻ മേളിലോട്ടായിട്ട് ആൾ രക്ഷപ്പെടത്തില്ല, ആളിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ കൈയും കാലും മുറിച്ച്. അങ്ങനെ ഇപ്പോഴ് എൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. സാമ്പത്തികമായിട്ട് ഞാൻ ഇപ്പം വളരെ പരിമിതിയിൽപ്പെട്ട് നിൽക്കുകയാണ്. KR അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.